അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇറങ്ങിയിട്ട് ഇപ്പോ വേറൊരു ഫംഗ്ഷൻ ഡോറിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. എന്നാൽ ഒരാളോടും ഒരു മനുഷ്യനും ചെയ്യരുതാത്ത ഒരു ദ്രോഹം ഫൈസൽ ക്ഷണിച്ച 2 അതിഥികളോട് ചെയ്തു. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ബിഗ് ബോസിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ലെസ്ബിയൻ ദമ്പതികളായ ആദിലയെയും നൂറയെയും ഫൈസൽ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആദിലയോടും നൂറയോടും ഒരൈത്തവും കാണിക്കേണ്ടതില്ല എന്ന് ഫൈസലിന് ബോധ്യമായതുകൊണ്ട് അവരെ ക്ഷണിച്ചതിൽ സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആദിലയും നൂറയും അവിടെ എത്തി, ചടങ്ങിൽ പങ്കെടുത്തു, ആവേശത്തോടെ ആഹ്ലാദത്തോടെ മടങ്ങിപ്പോയി. അതിന്റെ റീൽസും ഇട്ടു. അതോടുകൂടി ചില സദാചാര കാവൽഭടന്മാർ രംഗത്തെത്തി ഫൈസലിനെ അധിക്ഷേപിക്കാൻ തുടങ്ങി. സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനും പിന്നെ മുസ്ലിം മതത്തെയും ഇത്രയും നീചമാക്കിയ ഈ 2 കൂതറകളെ വെച്ച് നീ മുസ്ലിമിനെ താറടിക്കാൻ കാണിക്കുന്ന ഫൈസലെ, നിന്റെ പോക്ക് നാശത്തിലേക്കാണ്. ഇത് ഒരു കമന്റാണ്. ഇത്തരത്തിൽ 100 കണക്കിന് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ഫൈസൽ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. അതൊരു ഭയങ്കര വെടിയാണ്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലേക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദമറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഫൈസൽ തന്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ഇട്ട കുറിപ്പാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കുറിപ്പായിരുന്നത്. നൂറയും അദീലയും ആ പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ എവിടെ നിന്നെങ്കിലും വലിഞ്ഞു കയറി എത്തിയതല്ല. ഇത്രയേറെ ഫൈസൽ വെറുക്കുന്ന, നികൃഷ്ടരെന്ന് കരുതുന്ന വ്യക്തികൾ അവിടെ എത്തിയപ്പോൾ അവരോട് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു. അത് ചെയ്യാതെ അവരെ ആനയിച്ച് അവരോട് ചേർത്ത് ഫോട്ടോ എടുത്ത് അവരുടെ റീൽസും ഇട്ട് ആ റീൽസ് വിവാദമായപ്പോൾ ക്ഷണിക്കാതെ വന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പിതൃശൂന്യ പ്രവർത്തനമാണ്. ഫൈസൽ തന്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന, അവരാണ് അനുഗ്രഹം എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇടുന്നത് ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെ പിതൃശൂന്യമായ പണിയിൽ ഏർപ്പെടരുത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ആ പെൺകുട്ടികൾ ചെയ്ത കുറ്റം എന്താണ്? അവരെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്, അങ്ങനെ തന്നെ അവർ ജീവിക്കുന്നു. മറ്റു പലരെയും പോലെ അവരുടെ വികാരങ്ങൾ അടക്കി വെച്ച്, അവരുടെ ചിന്തകൾ അടക്കി വെച്ച് ജീവിതം സ്വയം നരകമാക്കാൻ ആഗ്രഹിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ അംഗീകാരം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഫൈസൽ അവരെ ക്ഷണിച്ചത്. 100% ഞാൻ യോജിക്കുന്നു. എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നികൃഷ്ടമായ ഒരു പ്രവൃത്തി വേറൊരിടത്തുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.